കിഴക്ക് ദർശനമായി മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയും കുടികൊണ്ടിരുന്ന കിഴക്കേക്കര മണികണ്ഠേശ്വരം ശിവക്ഷേത്രം ഇന്നറിയപ്പെടുന്നത് മകൻ്റെ പേരിലാണ്, ഗണപതിയുടെ പേരിലാണ്. ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുള്ളൂ. ഉണ്ണി ഗണപതി ഉണ്ണിയപ്പവും മോദകവും ഒക്കെ ഭക്ഷിച്ച് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നത്. ഭക്തർ മണിക്കൂറുകൾ കാത്തുനിന്ന് വാങ്ങി നെറ്റിയിൽ അണിയുന്ന കരിപ്രസാദത്തിൽ പോലും കൃത്രിമം. ഒട്ടേറെ ഭക്തജനങ്ങൾ നമുക്കിപ്പം ചേരുകയാണ്. ഒപ്പം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മനോജുമുണ്ട്. മനോജ്, ഈ വാർത്ത പുറത്തു വിടുമ്പോൾ, മനോജ് ഈ വാർത്തയായി ടെക്സ്റ്റ് അയക്കുമ്പോൾ, ഈ വാർത്തയിൽ തത്സമയം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം, ഇതിന്റെ തുടർ ചലനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടായിരുന്നു? തീർച്ചയായും ഒരു ഭക്തൻ അവൻ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്ന, അതായത് ഒരു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട പ്രസാദം അത് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു, തീർച്ചയായും അതൊരു വലിയ തരത്തിൽ ഒരു വാർത്തയാകും എന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമുക്കൊപ്പം ഇവിടെ ഭക്തരുണ്ട്. അധ്യാപികയായിട്ടുള്ള പ്രസന്നകുമാരി ടീച്ചർ, അതായത് ടീച്ചർ ഇവിടെ ദർശനത്തിനായി ദിവസവും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം അറിയുന്നു, അത് മനസ്സിന് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ, നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് ആശ്രയവും അഭയവുമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഗണപതി ക്ഷേത്രം. അത് ഇന്നല്ല, പണ്ട് കാലം മുതൽക്ക് തന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള മനസ്സിൻ്റെ ദുഃഖങ്ങൾ, ഒരുപാട് സ്ത്രീകളാണ് ഇവിടെ എത്തുന്നത്. കാരണം അവരുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ ഇവിടോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം എന്ന് വേണം പറയാൻ. ഇപ്പോഴതിനെ വെറും ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ട് ഭക്തജനങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പല നടപടികളും ഇവിടെ നടത്തിക്കൊണ്ടുവരികയാണ്. ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് തന്നെ ആ തേങ്ങ ഉടയ്ക്കുന്ന ഭാഗം തന്നെ എന്തുമാത്രം വൃത്തിഹീനമായിട്ടാണ്. ഇത്രയും മാത്രം ഒരുപാട് ജീവനക്കാർ ഇവിടെ, ഇവരുടെ നാണയത്തുട്ടുകൾ എണ്ണാൻ വേണ്ടി കൂലിക്കാർ വരെ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓരോ ഓട്ടോ ഇവർക്ക് വേണ്ടി സംഘടിപ്പിക്കുകയും ഇവരുടെ നാണയത്തുട്ടുകളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ശമ്പളക്കാർ വരെ ഇതിനകത്ത് ഓരോ ജീവനക്കാർക്കും ഉള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുമാനം മാത്രം മതി. ആ ഭഗവാനെ വിറ്റ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും അത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. നമുക്ക് ആശ്രയമായിട്ടുള്ള ഭഗവാനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ സർക്കാർ ചെയ്യുന്ന ഈ അനീതി ഒന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റേതായിട്ടുള്ള ഇത് കണ്ടു. നമ്മുടെ BJPയിലെ ചുണക്കുട്ടന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികളും കാണിച്ചു കൂട്ടിയ തീപാറുന്ന സമരം എല്ലാവരെയും അമ്പരപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകാതെ നമ്മുടെ ക്ഷേത്രങ്ങളെ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. ഭക്തജനങ്ങൾ എല്ലാവരും ഒന്നിക്കും എന്നുള്ളത് തന്നെയാണ് ഇത് ശബരിമലയിൽ നടന്നതുപോലെ തന്നെ. ഇവിടെ മാതൃസമിതിയിലൊക്കെ സജീവമായിട്ടുള്ള അമ്മമാരുണ്ട്. ഇപ്പോൾ ഉഷ ചേച്ചി കൊട്ടാരക്കര സ്വദേശിനിയാണ്. ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഈ ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നേരിട്ട് എത്തിയിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച ഞാൻ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൊല്ലം ജില്ലാ റീജിയണൽ ഡയറക്ടറാണ്. ഞാനിന്ന് 2 ദിവസം കൊണ്ട് ഞാൻ ഈ കാര്യം കണ്ടെങ്കിലും വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ അത് കണ്ടപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾ 1995 ഗണേശോത്സവം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സമിതി ഞങ്ങൾ ഈ ഇതിൽപ്പെട്ട പല അമ്മമാരും ഞങ്ങൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വളരെ ഭയഭക്തിയോടുകൂടി ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ ഈ വർഷം ഈ ഗണേശോത്സവത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ഞങ്ങളിവിടെ വരും നോക്കുകുത്തികളായിട്ട് വന്ന് അവരിവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനം പോലെ നീലാഞ്ചന വിളക്ക് അങ്ങനെയുള്ളത് ഒരു പ്രഹസനം പോലെ നടത്തുകയും ചെയ്തു. അന്ന് മനംനൊന്താണ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയും ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. 10-20 വർഷം കൊണ്ട് നമ്മൾ ഈ ഇത് ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ നോക്കുകുത്തിയായപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഗണപതി ഇതൊക്കെ കാട്ടിത്തന്നതാണ്. ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീരാണ്. ഞങ്ങളുടെ ആ കണ്ണുനീരും ഞങ്ങളുടെ ആ വികാരവുമാണ് ഗണപതി ഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ ഇത് കാട്ടിത്തരികയും ഇതിന് ഒരു വഴി തെളിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഉപദേശക സമിതി പിരിച്ചുവിട്ടിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഒരു ഉപദേശക സമിതി എടുക്കാനോ പലരും പല രീതിയിലും വന്ന് ഇവിടെ ചോദിച്ചപ്പോൾ ഉപദേശക സമിതിയുടെ ആവശ്യമില്ലാണ്, ഞങ്ങൾ ദേവസ്വം ബോർഡാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഈ ദേവസ്വം ബോർഡ് അധികൃതരെ നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രചൂഡൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പം നമ്മൾ അന്ന് വന്ന ആ ഒരു സമയത്ത് തന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആ പുച്ഛത്തോടുള്ള, കാരണം നിങ്ങളെയൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തി എന്നുള്ള ആ പുച്ഛത്തോടുള്ള ഞങ്ങളെ കാണുമ്പോൾ ഉള്ള ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം
ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളിത്. അതുപോലെ പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിൽ ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതെന്നാണ് അറിവ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം, ഇവിടുത്തെ ഈ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അന്വേഷണവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ അറിയാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ ഭക്തജനങ്ങൾക്കുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. വളരെ മറ്റൊരു വിവരമാണല്ലോ പുറത്തു വരുന്നത്. ഒന്ന്, ഈ കഥാപാത്രത്തെ ഒന്ന് കാണാൻ എന്താണ് വഴി? ആരുടെ അപ്പോയിന്റ്മെന്റ് ആണ് എടുക്കുകയാണ്? ഈ ചന്ദ്രചൂഡൻ എന്നുള്ള പേര് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുകയാണ്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ പിന്നിൽ ആരാണ്? അദ്ദേഹത്തിന്റെ കരുത്ത് എന്താണ്? എങ്ങനെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ ചന്ദ്രചൂഡനെ, നല്ല പേരാണ്, ഒന്ന് കാണണം. നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കണം, അദ്ദേഹത്തോട് സംസാരിക്കണം. ഭക്തജനങ്ങളുടെ ചോദ്യങ്ങൾ നമുക്കും ചോദിക്കാനുണ്ട്. എന്താണ്, ആരാണ് തങ്ങൾക്ക് അധികാരം തന്നത്? ആരാണ് അങ്ങയെ വാഴിച്ചത്? ആരാണ് അങ്ങേക്ക് പിന്നിലെ ആ ശക്തികൾ? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഈ ചന്ദ്രചൂഡനോട് ചോദിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ കാരണം സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ വേണ്ട വ്യക്തത, വേണ്ട കണക്ക്, വേണ്ട വിവരങ്ങൾ. ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് ഈ ഭക്ത ഉയർത്തുന്നത്. മനോജ്, ഒട്ടനെ ധാരാളം പേർ പ്രതികരണങ്ങളുമായി എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചന്ദ്രചൂഡൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ്റിൻകരയുള്ള ഒരു വാച്ചറാണ്. ഈ വാച്ചർ അയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ ചേരുന്നുണ്ട്. അരുൺ ചേട്ടൻ ഇവിടെ വാർഡ് മെമ്പറാണ്, ഈ വാർഡ് കൗൺസിലറാണ്. ഗണപതിയമ്പലം വാർഡ് കൗൺസിലറാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടെ 2 കരയാണുള്ളത്. മറ്റേ കൊട്ടാരക്കര ശ്രീ മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് 2 കരയാണുള്ളത്. ഒന്ന് കിഴക്കേക്കര മണികണ്ഠേശ്വരവും ദേശം പടിഞ്ഞാറ്റിങ്കര. ദേശം പടിഞ്ഞാറ്റിങ്കര കരയുടെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. എന്നുവെച്ചാൽ പുണ്യപുരാതന കാലം തൊട്ട് നമ്മുടെ ഈ 2 മനക്കാരുടെ അവകാശമായിരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. അകവൂർ മനയും ഊമമ്പള്ളി മനയെന്ന് പറഞ്ഞ 2 കരക്കാരുടെ അവകാശമായിരുന്നു ഇത്. അന്ന് തൊട്ടേ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന് 2 ദിവസം ഉദയാസ്മന പൂജയുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഉദയാസ്മന പൂജയുണ്ട്. തിങ്കളും വ്യാഴവും ഉദയാസ്മന പൂജയുണ്ട്. ആ ഉദയാസ്മന പൂജയിൽ 501 ഉണ്ണിയപ്പം കിഴക്കേക്കര കരയ്ക്കും 500 ഉണ്ണിയപ്പം പടിഞ്ഞാറ്റേക്കര കരയ്ക്കും പണ്ട് മുതലേ ഉള്ളൊരു അവകാശമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. നമുക്ക് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള അമ്പലമാണെന്നാണ് പറയുന്നതിൻ്റെ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഉത്സവത്തിന് 4 ദിവസം നീളുന്ന കരപറച്ചിൽ. ഈ കരപറച്ചിൽ ഇവിടെ ഒരു കല്ലുണ്ട്, അത് നമുക്ക് കാണിക്കാം. ഈ കരപറച്ചിലിന് 2 കിഴക്കേക്കരക്കാർ ആ കല്ലിന് കിഴക്കുവശവും പടിഞ്ഞാറ്റേക്കരക്കാർ കല്ലിന് പടിഞ്ഞാറുവശവും നിന്ന് 1 വർഷത്തെ അവരുടെ യാതീനകളും ദുഃഖങ്ങളും എല്ലാം പറഞ്ഞു തീർത്ത് അവസാനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഈ കരക്കാർക്ക് ഏറ്റവും കൂടുതൽ, നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് ശ്രീ മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇവിടെ ഞാൻ 10-15 വർഷത്തോളം ഇവിടെ കമ്മിറ്റി മെമ്പറായിട്ടും പല രീതിയിൽ ഞാനിവിടെ പ്രവർത്തിച്ചതാണ്. ഇത് 94 മുതൽ കേരള നമ്മുടെ ക്ഷേത്ര സംരക്ഷണ കീഴിലാണ് ഗണേശോത്സവം ഇവിടെ നടത്തിയിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഗണേശോത്സവം ഇവിടെ നാട്ടുകാരെ സ്വാധീനമില്ലാതെ നടത്തുന്നത്. നാട്ടുകാരെ സ്വാധീനമില്ലാതെ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ലക്ഷങ്ങളാണ് ഇവിടെ അന്നദാന ഫണ്ടിലേക്കെല്ലാം വരുന്നത്. അത് ദേവസ്വം ബോർഡ് ഏത് രീതിയിലാണ് അവർ ഈ ഫണ്ട് മേടിച്ചത്. അത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഫോം 2 ഫോം 4 പ്രകാരം ഇത് മേടിക്കാവൂ. അവർ അങ്ങനെയല്ല. ഇത് വെച്ചാൽ ഇവിടെ ഇപ്പം മുമ്പേ പറഞ്ഞുള്ള ചന്ദ്രചൂഡൻ എന്നുള്ള വ്യക്തി ഇവിടെ 3 വർഷം ഇരുന്ന് ഇവിടുന്ന് പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിലൂടെ 3 വർഷം പോയി. അവിടുന്ന് 3 വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ ഒരു പാമ്പ് പിടിച്ചൊരു വാച്ചറെ വിരട്ടിയാണ് തിരിച്ചിവിടെ വന്നിരിക്കുന്നത്. പാമ്പ് പിടിച്ചൊരു വാച്ചറെ ഏതെങ്കിലും പെറ്റി ദേവസ്വത്തിലോട്ട് മാറ്റിയിട്ട് അവനിവിടെ വന്നിരിക്കുകയാണ്. അവനെന്ന് പറയാൻ നമുക്ക് അവനെ അങ്ങനെ ആ രീതിയിൽ അവനെ അഭിസംബോധന ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അവിടെ ഇരിക്കുന്ന പടിഞ്ഞാറ്റിങ്കര ഇരിക്കുന്ന സമയത്തും ഇവിടുത്തെ രജിസ്റ്ററുകളെല്ലാം അവനാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ അക്കൗണ്ട്, ഈ വാച്ചർ എന്നുള്ള രീതിയിൽ വഞ്ചിയിൽ തറയിൽ വീഴുന്ന പൈസ എടുത്ത് വഞ്ചിക്ക് തിടാനുള്ള അവകാശം മാത്രമേ വാച്ചർക്കുള്ളൂ. എന്നാൽ ഇവിടുത്തെ അക്കൗണ്ട്സ് മൊത്തം നോക്കുന്നത് ഈ ചന്ദ്രചൂഡൻ എന്നുള്ള അവനാണ്. ഈ CI2-ൻ്റെ നേതാവാണെന്നുള്ള രീതിയിൽ ഇവിടെ മൊത്തം കൺട്രോൾ ചെയ്യുന്നവനാണ്. ഈ ചരിത്രത്തെ ആദ്യമായിട്ട് നമ്മുടെ ഉഷയിച്ച് പറഞ്ഞ പോലെ 31 വർഷമായിട്ട് ഗണേശോത്സവം ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഈ വർഷം ജനങ്ങൾ കണ്ണീരോടെയാണ് ഇവിടുന്ന് പോയത്. എന്നുവെച്ചാൽ ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്ത് അതെന്തുവാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഫണ്ട് ഇവിടെ വരുന്നത്. അത് ഏത് രീതിയിലാണ് മേടിക്കുന്നത്? അകത്ത് നമ്മുടെ ഗണപതിയുടെ മുമ്പിൽ ഒരു തിരുമേനി ഇപ്പോൾ ഉണ്ട്. ആ തിരുമേനിയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ചന്ദ്രചൂഡിന് കൊടുക്കുന്നത്. എല്ലാം വ്യക്തമായ തെളിവുകൾ, 2 ഫോമുകൾ, 2 വൗച്ചറുകൾ അദ്ദേഹം ഇരുന്ന് ഗണപതി അമ്പലത്തിലെയും പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിലെയും അതിനകത്ത് അർച്ചനരീസിനെ ഒപ്പിടുന്ന അദ്ദേഹമാണ്. അത് ക്ലിയറായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ പൂരിയാണ് ചന്ദ്രചൂഡൻ. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കാപ്പി കുടിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തപ്പം ഒരു സ്വർണ്ണ പൊട്ടാണ് തറയിൽ വീണത്.
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ സ്ട്രോങ് റൂമിൽ ഇവിടെ ഈ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു അമ്പലമാണ് കൊട്ടാരക്കര ശ്രീ മണികണ്ഠേശ്വര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇവിടെ കാലങ്ങളായി ഇവിടെ ഒരു സ്ട്രോങ് റൂമുണ്ട്. അത് അടിയന്തരമായിട്ട് പരിശോധിക്കണം. ഫോം 2ലും ഫോം 4ലും എത്ര സ്വർണം അവിടെ ഇരിപ്പുണ്ടെന്ന് അത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം ദോഷം നമുക്കിപ്പം സംശയമാണ്. ആ സ്വർണം അവിടെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അതിനെപ്പറ്റി പരിശോധിക്കണം. ഇവിടെ ഉപദേശസമിതിയില്ല. ഉപദേശസമിതി എടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെ കൊള്ള നടക്കാൻ വേണ്ടി മാത്രമാണ് ഉപദേശസമിതി എടുക്കാത്തത്. അടിയന്തരമായിട്ട് ഉപദേശസമിതി എടുത്തേ പറ്റൂ. ഇവിടുത്തെ ഇപ്പം വിനായകത്തിലെ മോദകം പിടികൂടിയത് ഞാനാണ്. വിനായകത്തിലെ മോദകം വെളിയിൽ 55 ചാക്ക് വെളിയിൽ വെച്ച് 40 രൂപയ്ക്കാണ് കൊടുത്തത്. അകത്ത് 30 രൂപ കൊടുക്കും, വെളിയിൽ കച്ചവടം. ഈ ദേവസ്വം ബോർഡിൻ്റെ കച്ചവടമാണ് ഇവിടെ നടന്നത്. ഇതിനെല്ലാം ഒരു താഴിട്ട് പൂട്ടിയെങ്കിൽ മാത്രമേ ഹൈന്ദവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഇതിനെ പ്രതികരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഈ പത്രസമ്മേളനം കാര്യങ്ങൾ കൂടിയെല്ലാം ഞങ്ങൾ അത് വിശദമായിട്ട് ഞങ്ങൾ എല്ലാം കാര്യങ്ങൾ നടത്തും. അത് ഹൈന്ദവരുടെ മേളിൽ ചവിട്ടിയല്ല ഇനി ഈ അമ്പലത്തിൽ ഒരു കാര്യം നടക്കത്തില്ല. അത് ദേവസ്വം ബോർഡിൻ്റെ കൂടെ ഒരു താക്കീതായിട്ട് മാത്രം പറയുകയാണ്. ശ്രീ ഉണ്ണി അല്ലേ? അരുൺ, ഒരു കാര്യം, അങ്ങ് ഇവിടുത്തെ അരുൺ കൊട്ടാരക്കര ഈ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ കൗൺസിലറാണ്. വാർത്ത വന്നു, പ്രക്ഷോഭം വന്നു, പക്ഷേ ഇക്കാര്യത്തിൽ പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ടോ? ഒന്ന്, ദേവസ്വം ബോർഡിന് പരാതി നൽകിയിട്ടുണ്ടോ? പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ? ഇത്തരം സംശയങ്ങൾ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ മോഷണം പോയെന്ന് അങ്ങനെ ഒരു കൃത്യമായ ഒരു സംഗതി ചൂണ്ടിക്കാട്ടാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടത്. കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് ശബരിമലയിൽ ഈ വലിയ തട്ടിപ്പും കൊള്ളയും പുറത്തു വന്നതും അന്വേഷണത്തിന് ഇടയായതും. അത് ഇന്നലെ നമ്മുടെ പാർട്ടിയോട് നമ്മുടെ ഹൈന്ദവ സംഘടന ആലോചിച്ചിട്ട് നാളെ ദേവസ്വം ബോർഡിന് കേസ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് നമ്മൾ ഇതേ പരാതി ഉപയോഗിച്ച് കേസ് കൊടുത്തിരുന്നു. ആ കേസിനൊന്നും ദേവസ്വം ബോർഡ് അട്ടിമറിച്ചതാണ്. 10 വർഷം മുമ്പ് 2014 നമ്മളിവിടെ കേസ് കൊടുത്താണ്. ഇവിടെ എല്ലാം ഇങ്ങനത്തുള്ള ഈ കോക്കസുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കണത്. ഇന്നിപ്പം വിശദമായ ഒരു പരാതി ദേവസ്വം ബോർഡിനും ഓംബുഡ്സ്മാനും എല്ലാം നമ്മൾ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ ഇപ്പം ഈ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരും ചന്ദ്രചൂഡന്മാരും ഒക്കെ ഇങ്ങനെ ഫ്രെയിമിലേക്ക് നിറയുകയാണ്. എന്താ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചെങ്കിൽ അവിടെ തട്ടിപ്പ് നടത്തിയെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്കിപ്പം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഞ്ഞപ്പാറ സുരേഷ്. അദ്ദേഹം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് നേരത്തെ തന്നെ പരാതി കൊടുത്ത ഒരു വ്യക്തി കൂടെയാണ്. അതായത് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുവെന്നൊക്കെ കാട്ടി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു അല്ലേ? ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾ പല രൂപത്തിലും ഹിന്ദു സംഘടനകൾ എന്ന നിലയിലും അന്വേഷണ വിധേയമായി മാറിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളെല്ലാം. ഓരോ ക്ഷേത്രങ്ങളിലും വലിയ ക്രമക്കേടുകളാണ്, വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഈ തട്ടിപ്പുകൾക്കെല്ലാം അതീതമാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്ന, ഭക്തജനങ്ങളെ കരയിപ്പിക്കുന്ന, വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തുന്ന വിശ്വാസ വഞ്ചന ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ശബരിമല കഴിഞ്ഞാൽ 2ാമത്തെ വരുമാനത്തിൻ്റെ പട്ടികയിലാണ്. ഇത് പഠിച്ചതിന് ശേഷമായിരിക്കണം ദേവസ്വം ബോർഡ് ഇവിടുത്തെ ഉപദേശക സമിതി ഞറുക്കിട്ടെടുക്കുന്നത് കൊണ്ട് വലിയ കാര്യശേഷിയൊന്നും ഉണ്ടാവുകയില്ല. ഉപദേശക സമിതി പിരിച്ചുവിട്ടിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. അദ്ദേഹം ഇവിടെ ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞ രീതിയിൽ ഒരു വാച്ച്മാനെയാണ്, അതായത് സ്ലീപ്പർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ്. അദ്ദേഹം ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയാണ് ഈ ക്ഷേത്രങ്ങളുടെ. അതുകൊണ്ട് ACയെയും AOയെയും ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹമാണ്. മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ സമൂലം ഭംഗം വന്നിരിക്കുകയാണ്. അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധിക്കലശവും നടത്തി വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സമർപ്പിക്കണം. ഇതാണ് ഹിന്ദു ഐക്യവേദി ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. മഹാഗണപതി ക്ഷേത്രത്തെ ശരിക്ക് പറഞ്ഞാൽ ഈ കോപ്പർ ഗണപതിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം മൊത്തം ചെമ്പാണ്, അതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് കൂടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. പിടിച്ചു പറിക്കുക, കൊള്ള നടത്തുക,
പണാപഹരണം നടത്തുക, ഭൂമി തട്ടിപ്പ് നടത്തുക, സ്വർണ്ണക്കൊള്ള നടത്തുക, അഴിമതി ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദി നേരിട്ടുള്ള നിയന്ത്രണം നടത്തുന്ന PS പ്രശാന്തിനാണ് എന്ന് അടിവരയിട്ട് ഹിന്ദു ഐക്യവേദി പറയുകയാണ്. മഹാഗണപതി ക്ഷേത്രത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി എൻ്റെ പേരിൽ, സംസ്ഥാന സമിതി അംഗം തലവൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പേരിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം; രണ്ട്, ഉണ്ണിയപ്പവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേട്. അതായത് ഒരു ദിവസത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ഇവിടുത്തെ വരുമാനമെന്ന് പറയുന്നത് 2.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെ വരുന്നുണ്ട്. അതിനും അപ്പുറമാണ് ബ്ലാക്കിൽ ഇത് വിറ്റുണ്ടാക്കുന്ന പണം. പക്ഷേ ഇതെല്ലാം തന്നെ പരമ്പരാഗതമായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ പ്രസക്തി ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ് സൃഷ്ടിച്ചതല്ല, നേരെ മറിച്ച് കാലങ്ങളായിട്ട് പൈതൃകമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ രുചിക്കൂട്ട് ഭഗവാന്റെ നേദ്യമായിട്ട് അത് വാങ്ങുക എന്ന് പറയുന്ന ഭക്തൻ്റെ ആഗ്രഹം, ഈ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് മഹാഗണപതിയുടെ മുന്നിലെത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് പാരാഫൈൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉണ്ണിയപ്പമാണ്, വിഷാംശമുള്ള ഉണ്ണിയപ്പം. ഇന്ന് ആ ഉണ്ണിയപ്പം വാങ്ങുന്ന ആളുകളെല്ലാം അത് കഴിക്കുന്നില്ല. ഉറുമ്പ് പോലും അരിക്കാത്ത വിഷം നിറഞ്ഞ ഉണ്ണിയപ്പമാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെയും ഗോപാലകൃഷ്ണൻ സാറിൻ്റെയും പേരിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ ഞങ്ങൾ റിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ റിട്ട് ഇന്നലെ നടന്ന 2 ദിവസം കൊണ്ട് ഇവിടെ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ റിട്ട് തയ്യാറാക്കിയിരിക്കുന്നു, അത് ഉടനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, വഞ്ചിപ്പെട്ടിയിൽ വീഴുന്ന പണത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഭക്തന്മാർ സമർപ്പിക്കുന്ന മൂല്യവസ്തുക്കളായിട്ടുള്ള സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അനധികൃതമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ പണലഭ്യത, അനധികൃതമായിട്ട് പണലഭ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ ഉപയോഗിക്കുന്നു ദേവസ്വം ബോർഡ്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു പരിഹാരമുണ്ടാക്കുന്നില്ല? മെനഞ്ഞാന്ന്, അതിന് 2 ദിവസത്തിന് മുൻപ് ഇവിടെ നൽകിയ ഈ കരിപ്രസാദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മാർച്ച് മാസം 7-ാം തീയതി എൻ്റെ പേരിൽ AC-യുടെ മുമ്പിലും കമ്മീഷണറുടെ പേരിലും പരാതി കൊടുത്തതാണ്. ഒരന്വേഷണവും അവർ നടത്താതെ വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പോൾ ഭക്തരെന്നുള്ള നിലയിൽ, ഹിന്ദു സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഞങ്ങളിത് വീണ്ടും അന്വേഷിക്കുന്നത്, അതായത് എണ്ണമറ്റ ഭക്തജനങ്ങൾക്ക് ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. ഹിന്ദു സംഘടനയെ പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്, വിശ്വാസത്തിന് വേണ്ടിയിട്ട്, ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുകൾ സുതാര്യമാകാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് അന്വേഷിക്കും. അപ്പോൾ വീണ്ടും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ AC-യുടെ കീഴിൽ പലതരത്തിലുള്ള സമരമാർഗങ്ങളാണ് ഈ കരിപ്രസാദം വീണ്ടും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്നത് കണ്ടിട്ട് AC-യെ വിളിച്ചുകൊണ്ട് വന്ന് ദൃക്സാക്ഷ്യപ്പെടുത്തിയിട്ട് തൊണ്ടി മുതൽ എടുപ്പിച്ചത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഇവിടുത്തെ BJPയുടെ പ്രവർത്തകർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുൾപ്പെടെ അതിന് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ കരിപ്രസാദത്തിൻ്റെ തൊണ്ടി മുതലെടുത്ത് ഇനി ഇത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരം നട തുറങ്ങുമ്പോൾ ശുദ്ധികലശം ഞങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഭക്തന്മാർ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുന്ന ഒറ്റ രാത്രി കൊണ്ടാണ് ഇത് അട്ടിമറിച്ചിട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിൻ്റെ ഏറ്റവും മണ്ടയിൽ നിങ്ങളുടെ ചാനൽ ദൃക്സാക്ഷി വിവരണം നടത്തിയതാണ്. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായത് ആന്ധ്രയിൽ നിന്നോ മറ്റോ ഒക്കെ കൊണ്ടുവരുന്ന കരിപ്പൊടി, അത് കൽക്കരിയാണോ മറ്റ് രാസവസ്തുക്കളാണോ ഇതൊന്നും അറിയത്തില്ല. കവറ് കണക്കിന് കൽക്കരി എണ്ണയ്ക്കകത്ത് കുഴച്ച് ശകലം നെയ്യും കൂടി ഇട്ട് മണത്ത് നോക്കിയാൽ നെയ്യിൻ്റെ ചവ വേണം, മണത്ത് നോക്കിയാൽ എണ്ണയുടെ ചവ വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്തന്മാരെ കബളിപ്പിക്കുന്നു, ഭക്തന്മാരെ പറ്റിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് രാവിലെയും വൈകുന്നേരവുമുള്ള കരിപ്രസാദത്തിലൂടെ അവർ നേടുന്നത്. ഈ കരിപ്രസാദമാണ് ഓൺലൈനായിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന അഴിമതി, അനധികൃതമായിട്ടുള്ള പണലഭ്യത, ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഉണ്ണിയപ്പത്തിൻ്റെ പേരിൽ, പ്രസാദ വഴിപാടിൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് തട്ടിപ്പ് നടത്തുമ്പോൾ ഭക്തജനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശക സമിതി പിരിച്ചുവിട്ടിരിക്കുന്നത്. വ്യക്തമായ സൂചനയാണ്, തെളിവാണത്. ഇന്നേ വരെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. നല്ലൊരു ഉപദേശക സമിതി ഇവിടെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഏകീകൃത തിരുവിതാംകൂർ ഉണ്ടാക്കിയപ്പോൾ അതിനൊക്കെ ശേഷം വീണ്ടും ഒരു 100-150 വർഷം കഴിഞ്ഞപ്പോഴാണ് ഏകീകൃത ദേവസ്വം ബോർഡ് വന്നത്. നാം മനസ്സിലാക്കണം, മാർത്താണ്ഡവർമ്മയുടെ പൈതൃകവുമായിട്ട് നമ്മുടെ കേരളത്തെ തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിരുന്നിട്ട് ഞാൻ രാജാവാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം തൃപ്പടിദാനം നൽകി.
മാത്രമല്ല ഞാൻ പത്മനാഭദാസനാണെന്ന് പറഞ്ഞു. ആ പൈതൃകം പേരുന്ന ഈ തിരുവിതാംകൂറിൻ്റെ മണ്ണിലാണ് ആ തൃപ്പടിദാനം നൽകിയ പത്മനാഭദാസനാണെന്ന് പറഞ്ഞ ആ തിരുവിതാംകൂറിൻ്റെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ആളുകൾ അഴിമതിക്കാരുടെ കൂത്തരങ്ങായിട്ട് മാറിയിട്ടുള്ളത്. ഇത് ചരിത്രവുമായിട്ട് തട്ടി നോക്കിയാൽ വിശ്വാസികളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന ഈ ഇടപാട് ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യക്ഷ സമരവുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അത് തന്നെയാണ് അതിൻ്റെ വിജയം. തീർച്ചയായിട്ടും ശ്രീ മഞ്ഞപ്പാറ സുരേഷ് പറഞ്ഞ പോലെ തന്നെ പ്രക്ഷോഭം, വാർത്താ സമ്മേളനം ഒന്നും കാര്യം ഇല്ല, അല്ലെങ്കിൽ ഫലം കണ്ടില്ല. കാര്യം ഇവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ലക്ഷങ്ങളും കോടികളും ക്ഷേത്രങ്ങളിൽ നിന്ന് വാരി കൊള്ളയടിച്ച് ശക്തരായി കഴിഞ്ഞു. ഒരു ചന്ദ്രചൂഡൻ വിചാരിച്ചാൽ, ഒരു വാച്ചർ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എന്ന് കരുതാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം വളരെ സംഘടിതമായ, വളരെ ആസൂത്രിതമായ ഒരു സംവിധാനം, അത് രാഷ്ട്രീയ പിന്തുണയാവാം, ഭരണ പിന്തുണയാവാം, അല്ലെങ്കിൽ പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ പിന്തുണ. എന്തായാലും ഒരു സുപ്രധാന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, ഇപ്പോൾ ജനം റിപ്പോർട്ട് ചെയ്തതിന്റെ പിന്നാലെ ജനം ഇമ്പാക്ട് എന്ന് പറയാവുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് 11:30 വിജിലൻസ് പരിശോധന ഇവിടെ നടക്കും എന്നുള്ളതാണ്. ഭക്തജനങ്ങൾ, ഹൈന്ദവ സംഘടനകൾ, BJP അടക്കമുള്ളവർ ഒറ്റക്കെട്ടായി നിന്ന് തെളിവെടുപ്പിച്ച് തൊണ്ടി എടുപ്പിച്ച ആ അംശം കലർന്ന കരി, അതല്ലെങ്കിൽ കൃത്രിമ കരി, അതല്ലെങ്കിൽ ഇത്രയും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ നടന്ന സാഹചര്യം പരിശോധിക്കാൻ വിജിലൻസ് എത്തുന്നു 11:30 എന്നാണ് ഭക്തജനങ്ങളും ഇവിടെയുള്ളവരും നമ്മെ അറിയിക്കുന്നത്. എന്തായാലും അതൊരു ആദ്യപടിയാവട്ടെ. കാര്യം ഈ വിജിലൻസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാനാവാത്ത വിധം, മൂടി വയ്ക്കാനാവാത്ത വിധം ഈ പ്രതിഷേധം അലയടിച്ചത് കൊണ്ട് മാത്രമാണ് ആദ്യ നടപടി. ഈ നടപടി കരികൊണ്ട് വീണ്ടും കണ്ണിൽ പൊടിയിടുന്നതാവില്ല എന്ന് നമുക്ക് കരുതാം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഉണ്ണിയപ്പവുമായിട്ടുള്ള വിവാദം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഭക്തജനങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ദുഷ്ടശക്തിയെ ഞങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. പരിഹാരമുണ്ടായിട്ടില്ല, പരാതി കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ കോടതിയിൽ പോയത്. അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടുത്തെ കീഴ്ശാന്തിയായിട്ട് വന്നിട്ട് അദ്ദേഹം വർഷങ്ങളായി ഇവിടെ തന്നെ നിൽക്കുന്നു. നിരന്തര പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തൊട്ടടുത്ത പടിഞ്ഞാറ്റങ്കരയിലേക്ക് മാറ്റിയത്. എന്നാലും അദ്ദേഹം ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യത്തിൽ കൈകടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളാണ് ഈ പരമ്പരാഗതമായിട്ട് പൈതൃകമുള്ള ആ ഉണ്ണിയപ്പത്തിൻ്റെ രുചിക്കൂട്ടിനെ മാറ്റിയിട്ട് പാരാഫൈൻ ആക്കിയത് എന്ന് തെളിവ് കൊടുത്തിട്ട് പോലും നടപടിയെടുത്തിട്ടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവും സൂചനയുമാണ്. ജീവിച്ചിരിക്കുന്ന ആളാണ് കൃഷ്ണകുമാർ, അതോടൊപ്പമാണ് ചന്ദ്രചൂഡൻ എന്ന് പറയുന്ന വാച്ച്മാനും. ഇവർ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഉണ്ണികൃഷ്ണനായിട്ട് മാറിയിരിക്കുകയാണ്. അടിച്ചു മാറ്റുകയാണ്. ഭക്തജനങ്ങളെ കൊല വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിഷാംശം കളന്നിട്ടുള്ള ഈ പ്രസാദം കൊടുക്കുന്നത്. പിന്നെ അവരെല്ലാം പറയുന്നത് ഭഗവാന്റെ മുന്നിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളൊരു പുണ്യമെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് മാത്രമാണ്. അതാണ് വിശ്വാസത്തെ വഞ്ചിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഈ വിശ്വാസം ശരിക്കും ദേവസ്വം ബോർഡിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സമ്പത്തായിട്ട് മാറ്റുമ്പോൾ ആ ദേവസ്വം ബോർഡ് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാകണം. 49 ദേവസ്വം ബോർഡ് ഉണ്ടായപ്പോൾ, ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം സ്വാതന്ത്ര്യമായിരുന്നു എങ്കിൽ ദേവസ്വം ബോർഡ് രൂപീകരണം തൊട്ട് അത് ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി എക്കാലവും പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെ ഭരണം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. ഈ സ്വത്ത് ഹിന്ദുക്കളുടേതാണ്, ഈ ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കുവാനാണ്. ഹിന്ദുക്കൾ ഇവിടെ ആരാധന നോക്കിക്കൊള്ളും. ആര് നോക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1400 ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിൻ്റെ കീഴിൽ 10 മടങ്ങ് ക്ഷേത്രങ്ങൾ വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, കരകളായിട്ട്, പൊതുജനങ്ങളായിട്ട് മഹാക്ഷേത്രങ്ങളുടെ പണിതുയർത്തി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വിട്ടുകൊടുക്കൂ കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ഭക്തന്മാർ വളരെ മാന്യതയോടുകൂടി കൈകാര്യം ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം വേണം എന്ന് അടിവരയിട്ട് ഹിന്ദു ഐക്യവേദി പറയുകയാണ്. വളരെ വ്യക്തമാണ്, ശക്തമാണ്, കൃത്യമാണ്. ക്ഷേത്രഭരണം കൈയാളാൻ രാഷ്ട്രീയ മേലാളന്മാർ വേണ്ട, ക്ഷേത്രം ഭരിക്കേണ്ട, ക്ഷേത്രത്തിലെ ആചാരവും അനുഷ്ഠാനവും ആഘോഷവും നടത്തിയാൽ മതി. ആ നടത്തിപ്പിനായി രാഷ്ട്രീയ മേലാളന്മാർ വേണ്ട, രാഷ്ട്രീയക്കാർ നിയോഗിക്കുന്ന ദല്ലാൽമാർ വേണ്ട. അവിടെ കയറി തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരും കൃഷ്ണകുമാർമാരും ചന്ദ്രചൂഡന്മാരും വേണ്ട. നല്ല പേരുകളാണൊക്കെ അല്ലേ? ചന്ദ്രചൂഡൻ, കൃഷ്ണകുമാർ, ഉണ്ണികൃഷ്ണൻ. ചന്ദ്രചൂഡനെ
ഒന്ന് സമീപിക്കണം നമ്മുടെ ഈ ലൈവിന് ശേഷം. ചന്ദ്രചൂഡന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ നാട്ടിലാകെയുള്ളവർ കാത്തിരിക്കണം. കാര്യം എങ്ങനെയാണ് ചന്ദ്രചൂഡൻ ഇതിൻ്റെ മധ്യത്തിൽ എത്തിയതെന്നുള്ളത്. എന്തായാലും വാർത്തകൾ അവസാനിക്കുന്നില്ല. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ കൊള്ളയുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കവർച്ചയുടെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഇത് ED രംഗത്ത് വരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത്രയധികം സ്വർണവും അതിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പണത്തിൻ്റെ ഉത്ഭവം അതെവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ഈ പണത്തിന് പിന്നിൽ ആരെല്ലാം ഇതൊക്കെ കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിലെത്തുന്നു. ഈ വാർത്തയുമായി ജിജീഷ് കരുണാകരൻ അല്പസമയത്തിനകം നമുക്കിപ്പോൾ ചേരും.